ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. 55-ലധികം സീറ്റുകൾ, 55 മുതൽ 62 സീറ്റുകൾ വരെ ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേടാൻ സാധിക്കും. സ്വീപ്പിംഗ് വിക്ടറി. ഭൂപീന്ദർ ഹൂഡ ഈസ് ദ ക്യാപ്റ്റൻ എന്നാണ് റിപ്പബ്ലിക്കിന്റെ സർവേ ഫലങ്ങൾ ഇപ്പോൾ. അല്ല മല്ലയ്യ, നമ്മൾ തുടക്കത്തിൽ പൊട്ടിയ പോലെ അമിട്ട് പൊട്ടുന്ന പോലെ നമ്മൾ പൊട്ടുവോ ഹരിയാനയിൽ? ഒരു കൂലങ്കുശമായ ചർച്ച തന്നെ ആവശ്യമുണ്ടാവും കേട്ടോ നമ്മുടെ മോദിജി. പറയാൻ കാരണേ സംഗതി അത്ര എളുപ്പമല്ല. പണ്ട് ഇങ്ങേരെ നിങ്ങൾ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കി. അന്ന് വിളിച്ചതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും എണ്ണി 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 ഓരോന്നായിട്ട് തിരിച്ച് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഹരിയാന എക്സിറ്റ് പോൾ വന്നു. A to Z ആയിട്ടുള്ള ആരൊക്കെ എന്താ പറയുക സർവേ റിപ്പോർട്ട് എടുത്തണോ എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ മിന്നുന്ന വിജയം തന്നെ എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴും ഈ സ്വപ്നലോകത്ത് കഴിയുന്നത് നമ്മുടെ കുറച്ച് BJP-ക്കാർ മാത്രമാണ്. ഇത്രയും കാലം നാട്ടുകാരെയും വീട്ടുകാരെയും അണികളെയും ബാക്കിയുള്ള എല്ലാവരെയും മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടും അയോധ്യയുടെ പേര് പറഞ്ഞിട്ടും ശ്രീരാമനെ പറഞ്ഞും ബീഫിനെ പറഞ്ഞും മുസ്ലിം വിരോധം പറഞ്ഞും മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ മംഗൾസൂത്ര വരെ ഇല്ലാണ്ടാക്കുന്നവരാന്ന് പറഞ്ഞും മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നത് ഇസ്ലാം രാജ്യമാക്കി മാറ്റാനാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ 100 കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സേഫ് സോണിൽ കളിച്ച് 10 വർഷം നമ്മൾ കഴിച്ചു. ആ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇലക്ഷന് നമ്മൾ ടേം 3 നമ്മൾ വന്നു. ഇനിയും നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലായി രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്. അതായത് രാജ്യത്ത് തൊഴിലില്ലാതെ പറഞ്ഞ ഒരു ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാണ്ട് നിങ്ങൾ കാണിച്ച് നമ്മുടെ മോദിജിയുടെ PR വർക്ക് കാണിച്ചിട്ടുള്ള ഈ ഒരു ഭൂമിലാണ് നമ്മുടെ രാജ്യം പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് നാട്ടുകാർക്കും മറ്റ് ആൾക്കാർക്കും മനസ്സിലായതുകൊണ്ട് ഹരിയാനയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാനയിൽ കാറ്റ് കംപ്ലീറ്റ് തിരിച്ചടിക്കും. എന്താണെങ്കിലും 2019 ലോക്സഭാ ഇലക്ഷനിൽ BJP 10 സീറ്റോളാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇക്കഴിഞ്ഞ 2024 ഇലക്ഷനിൽ അത് 5 സീറ്റായിട്ട് കുറഞ്ഞു. കോൺഗ്രസിനെ തിരിച്ച് 10 സീറ്റുമായി. അത് ലോക്സഭയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. എന്താണെങ്കിലും നിയമസഭ 10 വർഷം BJP ഭരിച്ച് കംപ്ലീറ്റ്ലി ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിൽ പറഞ്ഞ പോലെ ആഞ്ഞടിക്കുന്ന സ്ഥലമാണ് ഹരിയാന. അതിൻ്റെ കൂടെ ലോക്സഭ ഇലക്ഷൻ റിപ്പോർട്ടും കൂടെ വന്നപ്പം ഏറെക്കുറെ നമുക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. കോൺഗ്രസിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ സ്ട്രോങ് ആയിരുന്നു. അത് നമ്മുടെ രാഹുൽ ജിക്ക് കറക്റ്റായിട്ട് അത് അറിയാമായിരുന്നു. രാഹുൽ ഗാന്ധി അത് വ്യക്തമായിരുന്നു. കോൺഗ്രസ് അണികൾക്കും എല്ലാവർക്കും ആ ഒരു വ്യക്തത മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സപ്പോർട്ട് ആം ആദ്മിയുടെ കിട്ടിയിട്ടില്ലെങ്കിലും ഒറ്റക്ക് നിന്നിട്ടാണെങ്കിലും നമ്മൾ അടിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിനോടൊക്കെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ഒരു എക്സിറ്റ് പോൾ റിപ്പോർട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. എന്താണെങ്കിലും BJP ക്യാമ്പിലാണെങ്കിലും ആരും ഇതിനെ എതിർത്ത് മുന്നോട്ടൊന്നും വന്നിട്ടില്ല. BJPയുടെ സ്തുതിപാഠകരായിട്ടുള്ള ഒരുപാട് മീഡിയാസ് ഉണ്ട്. എല്ലാവരുടെയും റിപ്പോർട്ട് കോൺഗ്രസിന് സപ്പോർട്ടായിട്ട് തന്നെയാണ്. അർണബ് ഗോസ്വാമിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എന്താ പറയുക മാധ്യമ പ്രവർത്തകനായിട്ട് നമ്മുടെ BJP ഇങ്ങനെ മേലെ ധ്രുവ നക്ഷത്രം പോലെ വെച്ചിട്ടുള്ള പുള്ളി പോലും ഇന്നലത്തെ അവരുടെ റിപ്പബ്ലിക്കൻ TV എക്സിറ്റ് റിപ്പോർട്ട് വന്ന സമയത്തും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് സപ്പോർട്ട്. അപ്പം നിങ്ങൾ ഇത്രയും കാലം പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയ മനുഷ്യൻ എന്ന് പറഞ്ഞത് പപ്പു ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എന്ന് നിങ്ങൾ ഓരോ ദിവസങ്ങളിലും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം BJP. എന്താണെങ്കിലും BJPനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം കഴിഞ്ഞു. മോദി പ്രഭാവമൊക്കെ എന്താ പറയുക കുറഞ്ഞ് വന്ന് മറ്റേ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇനി മോദിജി കഴിഞ്ഞ് ആര് എന്നുള്ളൊരവസ്ഥ വന്ന സമയത്ത് പോലും യോഗി പലരും അമിത്ഷാ യോഗി എല്ലാവരെയും പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലുള്ള ആ ഒരു വർഗീയ സ്വഭാവം പലതരത്തിലും പല സമയത്തും പുറത്തോട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആളുകളത് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി അടുത്ത ടേം 2029 ആകുമ്പോഴേക്കും BJPയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അത്രയും വലിയ ഒരു PR കളി BJP കളിക്കാത്തോടത്തോളം അല്ല ഇനി കളിക്കാൻ നമ്മുടെ ആവനാഴിയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളിടത്തോളം നമ്മുടെ രാഹുൽ ഗാന്ധി അടിച്ചു കയറുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ആരെ എപ്പം എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനി 8-ാം തീയതിയാണ് റിപ്പോർട്ട് വരുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് പക്ഷേ അവിടെയും കോൺഗ്രസിനായിരിക്കും മുൻതൂക്കം എന്നാണ് കാണുന്നത്. കാണാം. എന്തായാലും 8-ാം തീയതി റിസൾട്ട് വരും. അന്നത്തോടു കൂടി നമ്മുടെ പ്രധാനമന്ത്രി തുടക്കത്ത് മുട്ടിയ
ഇതുപോലെ മുട്ടി മുട്ടി പൊട്ടി പൊട്ടി BJP ഹരിയാനയിൽ പൊട്ടട്ടെ എന്ന് നമുക്ക് പൊട്ടും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മനസ്സിൽ വെക്കാം.